കലഹം എങ്ങനെയാണ് വരാം. ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. ഇപ്പോഴും ആവശ്യം വരുമ്പോ കരയാനുള്ള നിന്റെ ആ കഴിവ് എന്റെ സ്വയമോ സമ്മതിച്ചു തന്നിരിക്കുന്നു. കള്ളമാണ് സത്യം നമുക്ക് അറിയില്ല, പക്ഷെ അതൊരു ബോംബ് പൊട്ടിച്ചിട്ട് പോയി. ഈശ്വര, ഞാനോ? അല്ല, പിന്നെ ഞാനായിരിക്കും. നീ എനിക്കിട്ട് പണിയുമായിരുന്നല്ലടാ. വെറുതെ ഇയാൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറയണാണ് സാർ. ഞാൻ അങ്ങനെ പറയുന്നത് അവൾ അനുഭവിക്കും. എനിക്ക് സംസാരിക്കാൻ കഴിച്ച ചീപ്പ് കളിയാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്റെ കൂട്ടുകാരികൾ രണ്ടുപേരും പറഞ്ഞു എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണ്ട. നീ പറഞ്ഞതല്ല, ഞാൻ പറയിപ്പിച്ചതാണ്. നീ സമ്മതിച്ചില്ല, ഞാൻ സമ്മതിപ്പിച്ചതാ. കരിക്കൽ നിൽക്കിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്തത്. അതിലും ജോറി എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ജെന്യൂൻ ആയിട്ടാണ് ഗെയിം കളിച്ചിട്ടുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. ജെന്യൂൻ ആയിട്ട് പോകും. ഇമാതിരി ചീപ്പ് കളിച്ചിട്ട് കുടുംബം തകർക്കണം. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? കാണിക്കുന്നത് അതുകൊണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. PR പുറത്തും കൊടുത്തിട്ട് ഇമാതിരി ഡേർട്ടി കളി കളിക്കരുത്. നീ തീർന്നടാ, നീ തീർന്നു. ഒരു ലേശം ഉളുപ്പ്. ഒരു കുഴപ്പമില്ല.